കുട്ടികൾക്ക് വേണ്ടി എഡ്യൂ ഫ്രണ്ട്ലിയുടെ കോഴ്സ് കൊടുക്കുന്നത്. അതിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കോഴ്സിൽ അടങ്ങിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ അക്ഷരം മുതലേ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കൂടുതൽ കുട്ടികൾക്കും അക്ഷരങ്ങൾ ഓരോരോ അക്ഷരങ്ങളായിട്ട് ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് ഒരു പക്ഷെ പറഞ്ഞു തരുന്നുണ്ടാകാം. പക്ഷേ അവരെ ക്ലാസ്സിൽ നിന്ന് വായിപ്പിക്കുന്ന സമയത്തൊന്നും അവർക്ക് അതിൻ്റെ കൂടെ ചിഹ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അവർക്ക് ആ ആണോ ഊ ആണോ ഈ ആണോ അല്ലെ, അങ്ങനെ കൂട്ടിയിട്ട് ഒരുപാട് സെന്റൻസ് അങ്ങനെ വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതിനാണ് നമ്മൾ ആദ്യം നമ്മുടെ ക്ലാസ്സിൽ അക്ഷരങ്ങളും അതിനോടൊപ്പം ചിഹ്നങ്ങൾ. ഇപ്പൊ ഇവിടെ മാത്ര എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഹിന്ദിയിൽ മാത്ര എന്ന് പറഞ്ഞാൽ ചിഹ്നങ്ങളാണ്. അപ്പൊ ഈ ചിഹ്നങ്ങളും നമ്മൾ എന്താന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ ക്ലാസ്സിൽ ആദ്യം. പിന്നെ നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. ഈ റെക്കോർഡഡ് ക്ലാസ്സസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്രീ ഉള്ള സമയത്ത് ഇപ്പൊ പാരന്റ്സിന്റെ ഒരു പ്രസൻസിൽ കുട്ടീനെ പിടിച്ചിരുത്തിയിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കാം. നമ്മൾ കുട്ടികളെ കയ്യിൽ ഫോൺ കൊടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷെ അവർ ബാക്ക് അടിക്കും. പിന്നെ അതല്ലെങ്കിൽ ചില പാരന്റ്സിന്റെ ഒക്കെ ഒരു കൺസേൺ എന്താന്ന് വെച്ചാൽ കുട്ടീനെ പഠിപ്പിക്കാൻ എനിക്ക് ഹിന്ദി അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ ക്ലാസ് കേട്ടുകൊണ്ട് കുട്ടികളെ പഠിപ്പിച്ചെടുക്കാൻ സഹായമാണ്. പിന്നെ കുട്ടികൾക്ക് എപ്പോഴാണോ ഫ്രീ ഉള്ളത് ആ സമയത്ത് പഠിക്കാം. ചിലപ്പോൾ പാരന്റ്സ് വർക്കിംഗ് പാരന്റ്സ് ആയിരിക്കാം. അങ്ങനെ ആണെങ്കിൽ ഒരു പക്ഷെ നമ്മൾ ക്ലാസ് വെക്കുന്ന സമയത്ത് നിങ്ങൾ വീട്ടിലില്ലെങ്കിൽ ഫോണ് കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കുറയ്ക്കാനാണ് നമ്മുടെ ഫുൾ ടോപ്പിക് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ റെക്കോർഡ് കുട്ടിക്ക് കാണാം. ഇനി കുട്ടി റെക്കോർഡഡ് ക്ലാസ്സസ് കണ്ടു തുടങ്ങി ഒരു 10 ദിവസമൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മുടെ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതെന്തിനാണ്? കുട്ടിക്ക് ഒരു ബേസ് ഒക്കെ റെക്കോർഡഡിൽ നിന്ന് കിട്ടി. എന്നിട്ട് ലൈവിൽ നമ്മൾ കുട്ടിയോട് അത് മനസ്സിലായോ, ഇത് മനസ്സിലാകുന്നില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് കുട്ടിക്ക് കുറച്ചൊരു കോൺഫിഡൻസ് വരും. ഞാൻ റെക്കോർഡഡ് കണ്ടപ്പോൾ എനിക്ക് കുറെ മാറ്റമുണ്ട്, ടീച്ചർ ചോദിക്കുന്നതിന് എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് കുട്ടിക്ക് കിട്ടും. കൂടാതെ റെക്കോർഡഡ് ക്ലാസ്സസ് കാണുമ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അവിടെ നോട്ട് ചെയ്യുകയും അടുത്ത ലൈവിൽ അത് ക്ലിയർ ചെയ്യുകയും ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് നോട്ട്സ് ആണ്. നമ്മൾ ഓരോ റെക്കോർഡഡ് ക്ലാസ്സസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്ക് അത് നമ്മളൊരു നോട്ട്സ് രൂപേണയായിട്ട് PDF ആയിട്ട് നിങ്ങൾക്ക് നൽകും. ഇനി അത് കൂടാതെ നമ്മൾ നൽകുന്നത് ഡെയിലി അസസ്മെന്റ് എന്ന രീതിയിൽ ഉള്ള ഒരു ഡെയിലി വർക്കാണ്. അവർ ക്ലാസ് കണ്ട് എന്താണോ മനസ്സിലാക്കിയത് അത് അവർ എഴുതി പ്രാക്ടീസ് ചെയ്യണം. ഈ എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. കുട്ടികൾ എന്തായാലും 10 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാലും അവർക്കത് മറന്നു പോകും. പക്ഷെ ആ വായിച്ച കാര്യങ്ങൾ അവർ എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന്, ഹിന്ദി എക്സാമിന് കുട്ടികൾക്ക് വരുന്ന ഒരു പ്രശ്നമാണ് ടൈം തികഞ്ഞില്ല. അതിൻ്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കിയത് ഹിന്ദി അവർ ഈ എക്സാമിനും നോട്ടും ആയിട്ടല്ലാതെ വേറെ എവിടെയും അവർ എഴുതുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ ഒരു സ്പീഡ് കുറവാണ്, മിസ്റ്റേക്കുകൾ കൂടുതൽ സംഭവിക്കുന്നു. അപ്പൊ ഇങ്ങനെ കുട്ടികൾ സെന്റൻസുകളൊക്കെ ഈ കുറച്ച് ദിവസത്തെ നമ്മുടെ കോഴ്സിൽ അവരെ എഴുതി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അവർക്കത് ഒരുപാട് ഗുണം ചെയ്യും. ദെൻ പിന്നീട് നമ്മൾ കൊടുക്കുന്നത് എക്സാം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇല്ലേ. ഇപ്പൊ എക്സാമിന് നമുക്ക് 4 മാർക്ക് 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്? ഇതൊരിക്കലും നമ്മളൊരു ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ട് കൊടുക്കുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അല്ല, മറിച്ച് ഇങ്ങനെയാണ് നമ്മൾ ഇത് അറ്റൻഡ് ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു ലെറ്റർ ചോദിക്കുന്ന ഒരു കുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു ലെറ്റർ എഴുതുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എവിടെ ഡേറ്റ് എഴുതണം, എവിടെ ഡേ എഴുതണം, എങ്ങനെയാണ് നമ്മൾ ഒരു ലെറ്റർ തുടങ്ങേണ്ടത്. അപ്പൊ കോമൺ ആയിട്ട് ഏത് ലെറ്റർ ചോദിച്ചാലും അതിൽ എഴുതാൻ പറ്റുന്ന സെന്റൻസുകൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ ഇത് ലെറ്ററിൽ മാത്രമല്ല, ഇതിന്റെ ഡയറി എങ്ങനെ എഴുതണം എന്നുള്ള കാര്യം, ലെറ്റർ എങ്ങനെ എഴുതണം, അതിന് കൂടെ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുക. കാരണം ഇതൊക്കെ അവർക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചോദ്യങ്ങളെയൊക്കെ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്ന് കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഏത് ക്ലാസ്സിലാണെങ്കിലും, ഇപ്പൊ 8th പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഇത് പർച്ചേസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ UP ക്ലാസ്സിലെ ഒരു കുട്ടിയാണ് നമ്മുടെ കോഴ്സ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കുട്ടി ഈ ഒരു കോഴ്സിലൂടെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എക്സാമുകൾ, ഒരുപാട് ഹിന്ദി എക്സാമുകൾ അറ്റൻഡ് ചെയ്യാണ്ട് UPയിൽ അല്ലേ. പിന്നെ ഹൈസ്കൂളിൽ എത്തുമ്പോൾ 8th സ്റ്റാൻഡേർഡ് 9th സ്റ്റാൻഡേർഡ് 10th സ്റ്റാൻഡേർഡ് ഇതിലൊക്കെ അവർക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ സാധിക്കും. അപ്പൊ കുട്ടികളിലെ ലാംഗ്വേജിനെ വളർത്താണ് നമ്മൾ വേണ്ടത്. അല്ലാതെ നമ്മൾ ഓരോ വർഷവും അവരെ കൊണ്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് ബൈ ഹാർട്ട് പഠിപ്പിക്കല്ല നമ്മൾ വേണ്ടത്. നമുക്കൊരു ലാംഗ്വേജ് വളർത്തിയെടുക്കാം. അത് കുട്ടികൾക്ക് ഭാവിയിൽ അവരിനി പുറത്ത് പഠിക്കാൻ പോകുമ്പോഴും
അത് കൂടാതെ അവർ ഇനി ജോബിന് പോകുമ്പോഴൊക്കെ അവർക്ക് വേണ്ടതാണ് ലാംഗ്വേജ്. നമ്മൾ സ്കൂളിൽ നിന്ന് കൊടുക്കുന്നതിന്റെ ലാംഗ്വേജ് കൊടുക്കുന്നതിന്റെ ഒരു ഉദ്ദേശം അതാണ്, കുട്ടി ഒരു ഭാഷ കൂടി അധികം പഠിക്കണം എന്നാണ്. പക്ഷെ അത് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ലാംഗ്വേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് കുട്ടിക്ക് എല്ലാ വർഷവും അവർക്ക് അതിന്റെ ഒരു ഗുണം കിട്ടും. എക്സാം ഞാൻ പറഞ്ഞു, ഓരോ എക്സാം എഴുതുമ്പോഴും നമ്മുടെ ഈ കോഴ്സിന്റെ ബെനിഫിറ്റ് അവർക്ക് ഉണ്ടായിരിക്കും.